ഭൂമിയിലെ ഏറ്റവും നിഗൂഢതകൾ നിറഞ്ഞ ഒരിടമാണ് ആമസോൺ മഴക്കാടുകൾ. അവിടെയുള്ള പല ജീവജാലങ്ങളെയും ഇനിയും ശാസ്ത്രലോകത്തിന് കണ്ടെത്തേണ്ടതുണ്ട്. എന്നാൽ ഇന്നുവരെ കണ്ടെത്തിയതിൽ വെച്ചുള്ള ആമസോൺ വനത്തിലെ ഏറ്റവും അപകടകാരികളായ ജീവികളുടെ ലോകത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ദ ബ്ലാക്ക് കേമൻ. ആമസോണിലെ ഈ അപെക്സ് പ്രിഡേറ്റർ വളരെ അപകടകാരിയാണ്. ഇവന്റെ ഏരിയയിലേക്ക് കാലുകുത്താൻ പോലും മടിക്കുന്ന ഒരുപാട് ആമസോൺ ജീവികളുണ്ട്. ബ്ലാക്ക് കേമൻ എന്ന പേര് വന്നത് അതിൻ്റെ ആ പ്രത്യേക നിറത്തിൽ നിന്നാണ്. ചാരനിറം കലർന്ന കറുപ്പ് മുതൽ നല്ല കരിനിറം വരെയുള്ള തൊലിയാണിവയ്ക്ക്. ഇവയുടെ ഈ ഇരുണ്ട നിറം രാത്രികാലങ്ങളിൽ ഒളിച്ചിരുന്ന് വേട്ടയാടാൻ ഇവരെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. കാട്ടിൽ ഇവർക്കിത്രയും പവർ നൽകുന്നത് ഇവയുടെ ഭീമാകാരമായ വലിപ്പവും കരുത്തുമാണ്. ഒരു ആൺ കേമൻ 21 അടി വരെ നീളവും 1100 പൗണ്ട് വരെ ഭാരവും വയ്ക്കാറുണ്ട്. ഇവരുടെ ഫുഡ് മെനു വളരെ സിമ്പിളാണ്. തങ്ങളുടെ 70-ലധികം പല്ലുകൾക്കിടയിൽ കടിച്ചുപിടിക്കാൻ പറ്റുന്ന എന്തിനേയും ഇവർ വിഴുങ്ങും. ഇതിൽ ആമകൾ, വലിയ നീർനായ്ക്കൾ, ജാഗ്വാറുകൾ, പിരാനകൾ എന്നിവയെല്ലാം പെടും. ഒരു ബ്ലാക്ക് കേമൻ്റെ കടിക്കാനുള്ള ശക്തി അഥവാ ബൈറ്റ് ഫോഴ്സ് 4000 PSI വരെയാകാം. അതുകൊണ്ടുതന്നെ ഇത് ഇരയെ ചതയ്ക്കുക മാത്രമല്ല, എല്ലുകൾ പോലും പൊടിയാക്കി കളയും. ഒരു സാധാരണ മനുഷ്യന്റെ കടിക്ക് 162 PSIയും ഒരു ഗൊറില്ലയുടേതിന് 1300 PSIയും പവർ ഉള്ളപ്പോഴാണ് ഇതിൻ്റെ ഈ ഭീകരത നമ്മൾ ഓർക്കേണ്ടത്. കൂഗറുകളെയും ജാഗ്വാറുകളെയും പോലുള്ള വലിയ പൂച്ചകൾ പോലും ഈ കേമനുകൾ കഴിയുന്ന ചതുപ്പുകളും തടാകങ്ങളും കണ്ട് പേടിച്ചു മാറി നടക്കും. ഇവർ മനുഷ്യരെ ആക്രമിക്കുന്നത് കുറവാണെങ്കിലും അത്തരം സംഭവങ്ങൾ നടക്കാറുണ്ട്. ക്രോക്ക് അറ്റാക്ക് എന്ന കണക്കുകൾ പ്രകാരം 2014 മുതൽ ബ്ലാക്ക് കേമനുകൾ 66 തവണ മനുഷ്യരെ ആക്രമിച്ചിട്ടുണ്ട്. അതിൽ 19 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് കേമൻ സ്വന്തം സ്ഥലത്തിനു വേണ്ടി നല്ല വാശിയുള്ളവരാണ്. തങ്ങളെയും കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കാൻ ഇവരെന്തും ചെയ്യും. ദ ബുൾ ഷാർക്ക്. 480-ലധികം ഇനം സ്രാവുകളിൽ ഗ്രേറ്റ് വൈറ്റും ടൈഗർ ഷാർക്കും മാത്രമാണ് മനുഷ്യരെ ആക്രമിക്കുന്നത് എന്നാണ് നമ്മൾ കരുതാറുള്ളത്. എന്നാൽ ബുൾ ഷാർക്ക് മനുഷ്യർക്ക് ഏറ്റവും അപകടകാരിയായ സ്രാവാണ്. ആഴം കുറഞ്ഞ വെള്ളത്തിലോ നദികളിലോ ഇതിനെ കാണപ്പെടുന്നത്. ബ്ലാക്ക് കേമിനെ പോലെ തന്നെ ബുൾ ഷാർക്കും വലിപ്പമുള്ളതും പേടിപ്പെടുത്തുന്നതുമാണ്. കിട്ടുന്നതെന്തും ഇവർ ഭക്ഷണമാക്കും. ഇവർ കൂട്ടമായി വേട്ടയാടാനാണ് ഇഷ്ടപ്പെടുന്നത്. എല്ലാ ഭാഗത്തുനിന്നും ഇരയെ വളഞ്ഞറ്റാക്ക് ചെയ്യും. എന്നാൽ ഒരു വിചിത്രമായ കാര്യമുണ്ട്. ഇവയ്ക്ക് നിറങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ് കുറവാണ്. ബുൾ ഷാർക്കിൻ്റെ കാഴ്ചയെക്കുറിച്ചുള്ള പഠനങ്ങൾ പറയുന്നത് ഇവ ഈ ലോകത്തെ കാണുന്നത് 1920കളിലെ പഴയ സിനിമകൾ പോലെയാണെന്നാണ്. ഈ കുറവുണ്ടെങ്കിലും അവ അങ്ങേയറ്റം ഭീകരന്മാരാണ്. കാഴ്ചയേക്കാൾ ഇവയുടെ മൂർച്ചയുള്ള ഗുണം പിടിക്കാനുള്ള കഴിവാണ് ഇവരെ സഹായിക്കുന്നത്. അതുകൊണ്ടുതന്നെ തങ്ങൾ എന്താണ് കടിക്കുന്നത് എന്നവർ നോക്കാറില്ല. വെറുതെ കടിച്ചു പിടിക്കുകയാണ് ചെയ്യാറുള്ളത്. ഇതുകൊണ്ടാണ് ഇവർ പലപ്പോഴും മനുഷ്യരെയും ഭക്ഷണമാണെന്ന് തെറ്റിദ്ധരിച്ച് ആക്രമിക്കുന്നത്. ചരിത്രത്തിൽ ഇതുവരെ 120-ലധികം ആക്രമണങ്ങൾ ഇവരുടേതായി നടന്നിട്ടുണ്ട്. പക്ഷേ ഭാഗ്യത്തിന് ഇതിലധികവും മരണകാരണമായില്ല. ദി ഇലക്ട്രിക് ഈൽ. ഹൈ വോൾട്ടേജ് ഷോക്ക് അടിപ്പിക്കുന്ന കാര്യത്തിൽ ഇലക്ട്രിക് ഈലിനെ തോൽപ്പിക്കാൻ വേറെ ആരുമില്ല. ആമസോണിലെ ശുദ്ധജലത്തിൽ കാണപ്പെടുന്ന ഈൽ വളരെ വ്യത്യസ്തമായ ഒരു ജീവിയാണ്. അവിടുത്തെ കാടിൻ്റെ ബാലൻസ് നിലനിർത്താൻ ഇവർക്ക് വലിയ റോളുണ്ട്. ആമസോണിലെ ചതുപ്പുകളും അരുവികളും പോലുള്ള ഒഴുക്കില്ലാത്ത വെള്ളത്തിലാണ് ഇവരധികവും ഉണ്ടാവുക. എവിടെയെങ്കിലും ഇരുണ്ടതും കലങ്ങിയതുമായ വെള്ളമുണ്ടെങ്കിൽ അവിടെ ഇവയുണ്ടാകാൻ നല്ല ചാൻസുണ്ട്. ഇവരിങ്ങനെയുള്ള വെള്ളം ഇഷ്ടപ്പെടാൻ കാരണം തെളിഞ്ഞ വെള്ളത്തേക്കാൾ നന്നായി കറണ്ട് കടത്തിവിടാൻ കലങ്ങിയ വെള്ളം സഹായിക്കുന്നു. ഇത് ഇരയെ കണ്ടുപിടിക്കാനും വേട്ടയാടാനും ഇവരെ സഹായിക്കുന്നു. അതിലുപരി ഷോക്കടിപ്പിക്കാൻ ഇത് വളരെ എളുപ്പമാണ്. ഇവയുടെ ശരീരത്തിൽ ഇലക്ട്രോസൈറ്റ്സ് എന്ന പ്രത്യേക കോശങ്ങളുള്ള ഇലക്ട്രിക് അവയവങ്ങളുണ്ട്. ഇവ ചെറിയ ബാറ്ററികൾ പോലെ ചാർജ് സംഭരിച്ചു വയ്ക്കും. എപ്പോഴെങ്കിലും ശത്രുക്കളോ ഇരകളോ വന്നാൽ ഇവരാ കറണ്ട് ഒന്നിച്ചങ്ങോട്ട് വിടും. ഏതാണ്ട് 860 വോൾട്ട് വരെ ഷോക്ക് നൽകാൻ ഇവർക്ക് പറ്റും. ഇത് മീനുകളെയും തവളകളെയും പാമ്പുകളെയും പ്രാണികളെയും എല്ലാം അപ്പോൾ തന്നെ തളർത്തിക്കളയും. ഇലക്ട്രിക് ഈലുകൾ രാത്രിയിൽ വേട്ടയാടുന്നവരാണ്. മനുഷ്യരെ ആക്രമിക്കുന്നത് കുറവാണെങ്കിലും ഈലുമായിട്ടുള്ള കളി ചിലപ്പോൾ മരണത്തിൽ കലാശിക്കാം. ആഴം കുറഞ്ഞ വെള്ളത്തിൽ ഒരു ഷോക്ക് അടിച്ചാൽ പോലും നിങ്ങൾ തളർന്നു വീഴുകയും ശ്വാസം കിട്ടാതെ മരിക്കുകയും ചെയ്യാം. ഒന്നിലധികം തവണ ഷോക്കേറ്റാൽ ഹൃദയമിടിപ്പ് വരെ നിലച്ചുപോകാം. അതുകൊണ്ട് ആമസോണിലെ അനക്കമില്ലാത്ത വെള്ളത്തെ സൂക്ഷിക്കണം.
ഗ്രീൻ ആനക്കൊണ്ട. ഗ്രീൻ ആനക്കൊണ്ടയെക്കുറിച്ച് അറിയാത്തവരുണ്ടാവില്ല. 1997 ആ ഫേമസ് സിനിമയിലൊക്കെ കണ്ടതുപോലെ ഇതത്ര പേടിപ്പെടുത്തുന്നൊന്നാണ്. എന്നാൽ സിനിമയിൽ കാണുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ ഇതിനുണ്ട്. ആനക്കൊണ്ടകളിൽ ഏറ്റവും വലുത് ഈ ഗ്രീൻ ആനക്കൊണ്ടയാണ്. പെണ്ണാനക്കൊണ്ടകളാണ് ആണുങ്ങളെക്കാൾ നല്ല വലിപ്പമുണ്ടാവാറുള്ളത്. ഇവയ്ക്ക് 20 അടിയിലധികം നീളവും 12 ഇഞ്ച് വണ്ണവും 440 പൗണ്ട് അഥവാ 200 കിലോ വരെ ഭാരവുമുണ്ടാകാം. ഇവർ ഇരയെ കൊല്ലുന്ന രീതി ക്രൂരമാണെങ്കിലും ഇവരുടെ ആ പവർ നമ്മളെ അത്ഭുതപ്പെടുത്തും. ബോവ ഗ്രൂപ്പിൽപ്പെട്ട ഇവർ ഇരയെ ചുറ്റിവരിഞ്ഞാണ് ശ്വാസം മുട്ടിക്കുന്നത്. ആനക്കൊണ്ടകൾ ഒറ്റയ്ക്ക് നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ മാൻകുട്ടിയോ മറ്റോ ഇവയുടെ ഏരിയയിൽപ്പെട്ടാൽ പിന്നെ തീർന്നു. രസകരമായ കാര്യം ഇവർക്ക് വിഷമില്ല എന്നതാണ്. ഇവർ വിഷം കുത്തിവെക്കാറില്ല, പകരം ഇരയെ കടിച്ചുപിടിച്ച് തങ്ങളുടെ വലിയ ശരീരം കൊണ്ട് അതിനെ ചുറ്റിവരിയും. സെക്കൻഡുകൾക്കുള്ളിൽ അവർ മുറുക്കം കൂട്ടുകയും ഇരയെ ഞെക്കി പിഴിയുകയും ചെയ്യും. ഇരയുടെ ഹൃദയമിടിപ്പ് നിൽക്കുന്നത് ആനക്കൊണ്ടയ്ക്ക് തൊട്ടറിയാൻ പറ്റും. അങ്ങനെ ഇര മരിച്ചു എന്നുറപ്പായാൽ അത് ഇരയെ വിഴുങ്ങാൻ തുടങ്ങും. ഒരു വലിയ സാധനത്തെ വിഴുങ്ങാൻ മണിക്കൂറുകളെടുക്കും. അത് ദഹിക്കാൻ ദിവസങ്ങളോ ആഴ്ചകളോ വേണം. ഒരിക്കൽ ആഹാരം കഴിച്ചാൽ മാസങ്ങളോളം പിന്നെ വേട്ടയാടേണ്ട കാര്യമേയില്ല. ആമസോൺ കഥകളിൽ ആനക്കൊണ്ടയെ മനുഷ്യരെ തട്ടിക്കൊണ്ടുപോകുന്ന ജീവിയായിട്ടൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ വെറും തള്ളാണ്. ഇവർ മനുഷ്യരെ തേടിപ്പിടിച്ച് അറ്റാക്ക് ചെയ്യാറില്ല. എന്നാൽ ഇവയുടെ പിടിയിൽ ഒരു മനുഷ്യൻ പെട്ടുപോയാൽ രക്ഷപ്പെടാൻ ഒട്ടും എളുപ്പമല്ല. ദ ഹാർപ്പി ഈഗിൾ. ഇതിനെ കണ്ടാൽ പണ്ടത്തെ ഏതോ ഒരു മന്ത്രവാദിയെപ്പോലെ തോന്നും. അത്രയ്ക്ക് മൂർച്ചയുള്ള കണ്ണുകളും അതുപോലെ തന്നെ പേടിപ്പിക്കുന്ന നഖങ്ങളുമാണ് ഇതിനുള്ളത്. നല്ല കരുത്തുള്ള ശരീരവും സൂചി പോലെ കൂർത്ത 4 ഇഞ്ച് നീളമുള്ള നഖങ്ങളും തലയിൽ ചാരനിറത്തിലുള്ള കിരീടം പോലെയുള്ള തൂവലുകളുമൊക്കെ ഇതിൻ്റെ പ്രത്യേകതയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലുതും കരുത്തുള്ളതുമായ വേട്ടക്കാരായ പക്ഷികളിൽ ഒന്നാണിത്. ഏതാണ്ട് 3.5 അടി ഉയരവും 6.5 അടി വീതിയുള്ള ചിറകുകളുമൊക്കെ ഇതിനുണ്ടെങ്കിലും ഒരു ആമസോൺ യാത്രയിൽ നിങ്ങൾ ഇതിനെ നേരിട്ട് കാണാൻ വലിയ ചാൻസ് ഇല്ല. തെക്കേ അമേരിക്കയിലെയും മധ്യ അമേരിക്കയിലെയും കാടുകളിൽ ഇവയുണ്ടെങ്കിലും കാട്ടിനുള്ളിൽ ഇവയെ കണ്ടെത്തുക എന്നത് വലിയൊരു ഭാഗ്യമാണ്. വേട്ടയാടാത്ത സമയങ്ങളിൽ ഇവർ മരങ്ങളുടെ ഏറ്റവും മുകളിലെ കൊമ്പുകളിൽ ആരും കാണാതെ ഒതുങ്ങിക്കൂടും. വിശക്കുമ്പോൾ മാത്രം ഇര തേടി താഴെയുള്ള മരക്കൊമ്പുകളിലേക്ക് പറന്നിറങ്ങും. സ്ലോത്തുകളെയും കുരങ്ങുകളെയുമാണ് ഇവർ മെയിനായിട്ട് പിടിച്ചു തിന്നുന്നത്. കാട്ടിലെ ചെടികളും മറ്റും തിന്നുതൊരിക്കുന്ന കുരങ്ങുകളെയും മറ്റും വേട്ടയാടുന്നതിലൂടെ കാടിൻ്റെ ബാലൻസ് തെറ്റാതെ നോക്കാൻ ഇവർക്ക് വലിയൊരു റോളുണ്ട്. ഇവരുടെ 4 ഇഞ്ച് നീളമുള്ള നഖങ്ങൾ മാത്രമല്ല പ്രശ്നം, ഇരയെ ഞെരിക്കാനുള്ള ഇവരുടെ പവറും അതിശയിപ്പിക്കുന്നതാണ്. ഒരു സാധാരണ മനുഷ്യന് തൻ്റെ കൈകൊണ്ട് 76 PSI ശക്തിയിൽ അമർത്താൻ കഴിയുമ്പോൾ ഈ പക്ഷിക്ക് 330 PSI പവറിലൊക്കെ ഇരയെ ഞെരിക്കാൻ പറ്റും. ശത്രുക്കളെ കടിച്ചു കീറാൻ ഇതിനൊരു ബുദ്ധിമുട്ടുമില്ല. ബ്രസീലിലെ ഗോത്രവർഗക്കാർ ഈ പക്ഷികളെ പണ്ട് മരിച്ചുപോയ തങ്ങളുടെ മൂപ്പന്മാരുടെ രൂപമായിട്ടാണ് കാണുന്നത്. കരുത്തിൻ്റെയും പവറിൻ്റെയും പ്രകൃതിയുമായുള്ള ബന്ധത്തിൻ്റെയുമൊക്കെ അടയാളമാണിവ. സൗത്ത് അമേരിക്കൻ റാറ്റിൽ സ്നേക്ക്. നിങ്ങൾ ആമസോൺ കാട്ടിലൂടെ വെറുതെ നടക്കുകയാണെന്ന് ഒന്ന് ആലോചിക്കൂ. മുന്നിലൊരു വലിയ അപകടം ഒളിച്ചിരിപ്പുണ്ടെന്ന് നിങ്ങൾ അറിയുന്നില്ല. കരിയിലകൾക്ക് മുകളിലൂടെ നടക്കുമ്പോൾ പെട്ടെന്നൊരു വിചിത്രമായ കിലുകിലു ശബ്ദം കേൾക്കുകയാണ്. അത് കേട്ടാൽ തന്നെ ആരുടെയും നട്ടലിലൂടെ ഒരു മിന്നൽ പിണർപ്പായും. സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ നേരെ ചെന്ന് നിൽക്കുന്നത് ഒരു സൗത്ത് അമേരിക്കൻ റാറ്റിൽ സ്നേക്കിൻ്റെ മുന്നിലായിരിക്കും. ബ്രസീലിന് ചുറ്റുമുള്ള കാടുകളിലാണ് ഇവരെ കാണാറുള്ളത്. എങ്കിലും ഇവയെ ആമസോണിൻ്റെ ഉള്ളിൽ കാണാറില്ല. പക്ഷേ ഇവരുടെ മുന്നിൽ ചെന്നപ്പെടുന്ന മനുഷ്യർക്ക് കിട്ടുന്നത് നാഡീവ്യവസ്ഥയെ അപ്പടി തളർത്തുന്ന മാരകമായ വിഷമാണ്. 2000-നും 2017-നുമിടയിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ഈ പാമ്പ് കടിയേൽക്കുകയും 100 കണക്കിന് ആളുകൾ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവൻ്റെ വിഷം ഭയങ്കര ക്രൂരമാണ്. ശരീരത്തിൻ്റെ ഒരു ഭാഗത്തെ മാത്രമല്ല, ഒരേ സമയം 2 രീതിയിലാണ് ഇത് അറ്റാക്ക് ചെയ്യുന്നത്. ഒന്ന്, നമ്മുടെ രക്തകോശങ്ങളെ നശിപ്പിക്കുന്ന വിഷം കാരണം മുറിവേറ്റ ഭാഗം നീര് വന്ന് വീർക്കും. കടികൊണ്ട ഭാഗത്ത് തീപ്പൊള്ളലേൽക്കുന്നത് പോലെ കഠിനമായ വേദന തോന്നും. പിന്നീട് ഈ വിഷം രക്തത്തിലൂടെ പേശികളിലേക്കും ശ്വാസകോശത്തിലേക്കും എത്തുമ്പോൾ ശരീരം വിറയ്ക്കാനും ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടാനും തുടങ്ങും. ഈ വിഷം നമ്മുടെ നാഡികളെ അപ്പടി നശിപ്പിച്ചു കളയും. പെട്ടെന്ന് ചികിത്സ കിട്ടിയില്ലെങ്കിൽ ശ്വാസം നിലച്ച് മരണം വരെ സംഭവിക്കാം. ദി അസാസിൻ ബഗ്. ആദ്യമൊക്കെ കാണുമ്പോൾ ഈ അസാസിൻ ബഗിനെ കണ്ടാൽ നമുക്ക് ചിരി വരും.
സ്വർണ്ണ നിറം, ഇളം പച്ച, തവിണ്ണു നിറം അല്ലെങ്കിൽ ചിരട്ട നിറത്തിലൊക്കെയാണ് ഇവയെ കാണാറുള്ളത്. ഇവരുടെ നീളമുള്ള ആന്റിനയ്ക്ക് തൊട്ടു താഴെ ഒരു പ്രത്യേക സാധനമുണ്ട്, ഒരു നീളൻ കുഴല് പോലെയുള്ള വായ. ഉപയോഗമില്ലാത്ത സമയത്ത് ഒരു സ്വിച്ച് ബ്ലേഡ് കത്തി മടക്കി വെക്കുന്നത് പോലെ ഇവർ അത് മടക്കി വയ്ക്കും. കാണാൻ പാവമാണെന്ന് തോന്നുമെങ്കിലും ഇവൻ്റെ ഒരു വേട്ട കണ്ടാൽ നമ്മുടെ ബോധം പോകും. വെറുതെയല്ല ഇതിനെ അസാസിൻ അഥവാ കൊലയാളി എന്ന് വിളിക്കുന്നത്. പ്രാണികളുടെ ലോകത്തെ ഏറ്റവും പേടിപ്പിക്കുന്ന ഒന്നാണിത്. ചെറിയ പ്രാണികളെയാണ് ഇവൻ ഇഷ്ടമെങ്കിലും തന്നേക്കാൾ ഇരട്ടി വലിപ്പമുള്ള ശത്രുക്കളെ നേരിടാൻ ഇവന് പേടിയില്ല. ഇവൻ്റെ ആ നീളൻ വായ്ക്കുള്ളിൽ ഒരു പേടിപ്പിക്കുന്ന വിദ്യ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഒരിക്കൽ ഇരയെ പിടികൂടി കഴിഞ്ഞാൽ ആ വായ് കൊണ്ട് ഇരയുടെ ശരീരത്തിലേക്ക് ഒരു മാരകമായ വിഷക്കൂട്ടങ്ങോട്ട് കുത്തിവെക്കും. ആ വിഷമടിച്ചാൽ സെക്കൻഡുകൾക്കുള്ളിൽ ഇരയുടെ ഉള്ളിലെ അവയവങ്ങളെല്ലാം ഉരുകി വെള്ളമായി മാറും. എന്നിട്ട് ആ ദ്രാവകം സൂപ്പ് കുടിക്കുന്നത് പോലെ വലിച്ചെടുക്കും. അവസാനം ഇരയുടെ വെറും തോട് മാത്രം കാട്ടുതറയിൽ ബാക്കിയാവും. ഇതിനെ കൊലയാളി എന്ന് വിളിക്കാൻ വേറെയും കാരണമുണ്ട്. ക്രൂരമായി കൊല്ലുന്നത് പോരാഞ്ഞിട്ട് ചത്ത ഇരകളുടെ ശരീരം ഉപയോഗിച്ച് മറ്റുള്ളവരെ കെണിയിൽ വീഴ്ത്താനും ഇവന് മിടുക്കനാണ്. അത്രയ്ക്കും കുബുദ്ധിയുള്ള ഒന്നാണിത്. മനുഷ്യർക്കും ഇവൻ വലിയ ഭീഷണിയാണ്. ഇതിനെ കിസ്സിംഗ് ബഗ് എന്നും വിളിക്കാറുണ്ട്. പക്ഷെ പേര് കേട്ടിത് വലിയ റൊമാൻറ്റിക് ആണെന്ന് വിചാരിക്കണ്ട. തെക്കേ അമേരിക്കയിലൊക്കെ ആളുകൾ നല്ല ഉറക്കത്തിലായിരിക്കുമ്പോൾ ഇവൻ വന്ന് ചുണ്ടിലും കണ്ണിലുമൊക്കെ കടിച്ച് രക്തം കുടിക്കും. പോകുന്ന പോക്കിൽ ചാഗസ് എന്ന ഒരു അസുഖവും കൂടി നമുക്ക് സമ്മാനിച്ചിട്ടേ അവൻ പോകൂ. ഇത് നമ്മുടെ ഹൃദയത്തെയും നാഡീവ്യവസ്ഥയെയും മോശമായി ബാധിക്കും. കൊതുകും അസാസിൻ ബഗ്ഗുമൊക്കെ കാണാൻ കുഞ്ഞന്മാരാണെങ്കിലും ആമസോണിലെ ഏറ്റവും വലിയ വില്ലന്മാർ ഇവരാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പഴുതാരയാണിത്. ഏകദേശം 12 ഇഞ്ചോളം അഥവാ 30 സെന്റിമീറ്റർ ഇതിന് നീളമുണ്ടാകും. കണ്ടാൽ തന്നെ ആർക്കും പേടി തോന്നുന്ന ഒരു രൂപമാണിതിന്. ശരിക്കും സ്വപ്നങ്ങളിൽ പോലും പേടിപ്പെടുത്തുന്ന ഒന്ന്. കടും തവിട്ട് നിറം മുതൽ നല്ല ഓറഞ്ച് കലർന്ന മഞ്ഞ നിറം വരെ ഇതിനുണ്ടാകാം. ഇവൻ്റെ ശരീരം 21 മുതൽ 23 വരെയുള്ള കഷണങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഓരോ ഭാഗത്തും ഓരോ ജോഡി കാലുകളും കാണും. പക്ഷേ ഇവൻ്റെ ഈ വിചിത്രമായ രൂപമല്ല നമ്മളെ ശരിക്കും പേടിപ്പിക്കേണ്ടത്. ഇവൻ്റെ ആ ഒരു ദേഷ്യവും ആക്രമണ സ്വഭാവവുമാണ്. വെനിസ്വേലയിൽ ഇതിനെ ബാറ്റ് കാച്ചർ അഥവാ വവ്വാലുകളെ പിടിക്കുന്നവൻ എന്നാണ് വിളിക്കുന്നത്. ഗുഹകളുടെ മുകളിൽ പിൻകാലുകൾ കൊണ്ട് തൂങ്ങിക്കിടന്ന് പറന്നുപോകുന്ന വവ്വാലുകളെ മുൻകാലുകൾ കൊണ്ട് വെട്ടിപ്പിടിക്കുന്ന ഇവനെ ആളുകൾ അവിടെ കണ്ടിട്ടുണ്ട്. അതിലും വലിയൊരു കാര്യം എന്താണെന്നോ, ഇതിൽ ചില ഇനങ്ങൾ ഇരയെ പിന്തുടർന്ന് വെള്ളത്തിലേക്ക് വരെ ഇറങ്ങും. കുളങ്ങളിലേക്കും മറ്റും ചാടി നീന്തി പോകുന്ന ഇവനെ കാണുന്നത് അവിടെ പുത്തിരിയല്ല. വെള്ളത്തിലുള്ള പ്രാണികളെയും തവളകളെയും പിടിക്കാൻ ഇവന് ഒരു ബുദ്ധിമുട്ടുമില്ല. ചിലന്തികൾ, പ്രാണികൾ, തവളകൾ, ചെമ്മീനുകൾ, പിന്നെ നേരത്തെ പറഞ്ഞ വവ്വാലുകൾ വരെ ഇവൻ്റെ മെനുവിലുണ്ട്. ഒരിക്കൽ ഇരയെ കിട്ടിയാൽ വിഷം കുത്തിവയ്ക്കാൻ പറ്റുന്ന ഇതിൻ്റെ മുൻകാലുകൾ ഉപയോഗിച്ച് ഇരയെ അപ്പോൾ തന്നെ തളർത്തിക്കളയും. എന്നിട്ട് ആ കാലുകൾ കൊണ്ട് മുറുക്കി പിടിച്ച് പുറത്തുനിന്ന് ഉള്ളിലേക്ക് തിന്നു തുടങ്ങും. ഇവൻ്റെ ആ കുത്ത് അസഹനീയമായ വേദനയുണ്ടാക്കും. കടിയേറ്റാൽ ശരീരം വീർക്കുക, രക്തസമ്മർദ്ദം കൂടുക, തലവേദന, ക്ഷീണം എന്നിവയൊക്കെ വരാം. ഇതിൻ്റെ വിഷം അലർജിയുള്ളവർക്ക് ശരിക്കും പണിയാകും. കടിയേൽക്കുന്നതുവരെ തങ്ങൾക്കിതിൻ്റെ വിഷം അലർജിയാണോ എന്ന് ആർക്കും അറിയില്ല എന്നതാണ് സത്യം. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം. അതുകൊണ്ട് ഈ വഴിപോക്കനായ ഭീമനെ സൂക്ഷിക്കണം. എപ്പോഴാണ് ഇവൻ കുത്താൻ വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പോലും പറ്റില്ല. ടറാൻറ്റുല എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്നത് ഒരു വലിയ വയറും 2 ഇഞ്ച് നീളമുള്ള പല്ലുകളും ശരീരം നിറയെ രോമങ്ങളുമുള്ള ഒരു പ്രത്യേക ചിലന്തിയെയാണ്. എന്നാൽ സത്യത്തിൽ ഇതൊരൊറ്റ ടൈപ്പ് ചിലന്തിയല്ല. 1000-ലധികം വ്യത്യസ്ത ഇനങ്ങൾ ഈ ടറാൻറ്റുല കുടുംബത്തിലുണ്ട്. ടെക്സസ് ബ്രൗൺ, ഭംഗിയുള്ള കോബാൾട്ട് ബ്ലൂ, പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ചിലന്തിയായ ഗോലിയാത്ത് ബേർഡ് ഈറ്റർ വരെ ഇതിൽപ്പെടും. പക്ഷികളെ തിന്നുന്നവൻ എന്നാണ് ഇതിനെ വിളിക്കുന്നതെങ്കിലും പേടികേട്ട് പേടിക്കണ്ട, ഇവൻ അധികവും എലികളെപ്പോലെയുള്ള ചെറിയ ജീവികളെയാണ് പിടിച്ചു തിന്നാറ്. ആമസോണിലെ വില്ലനാണെങ്കിലും ടറാൻറ്റുലകൾ സാധാരണയായി മനുഷ്യർക്ക് അത്ര വലിയ ഭീഷണിയല്ല. ഇവൻ കടിച്ചാൽ ഒരു തേനീച്ച കുത്തുന്നതുപോലെ മാത്രമേ നമുക്ക് തോന്നൂ. കടികൊണ്ട ഭാഗം ഇച്ചിരി ചൂടാകുകയും തൊടുമ്പോൾ വേദനയെടുക്കുകയും ചെയ്യും. പക്ഷേ ടറാൻറ്റുല ഇത് കടിയല്ല ശരിക്കുള്ള പ്രശ്നം, മറിച്ച് അതിൻ്റെ 8 കാലുകളിലും ശരീരത്തിലും നിറയെയുള്ള ആ രോമങ്ങളാണ്. ഈ രോമങ്ങളുടെ അറ്റത്ത് ചെറിയ കൊളുത്തുകളുണ്ടാകും. ഇത് നമ്മുടെ തൊലിയിൽ തറച്ചു കയറിയാൽ നല്ല ചൊറിച്ചിലും വീക്കവും വരും. ഇനി അങ്ങനെങ്ങാനും ഇത് നമ്മുടെ കണ്ണിൽ പോയാൽ വലിയ പണിയാകും. കണ്ണ് നീറുകയും കാഴ്ചയ്ക്ക് വരെ തകരാറ് സംഭവിക്കുകയും ചെയ്യും. ഈ അസ്വസ്ഥത ആഴ്ചകളോളം നീണ്ടു നിന്നേക്കാം.
ഇതൊന്നുമല്ല ടാരാന്റുലയുടെ ജീവിതത്തിലെ ഏറ്റവും പേടിപ്പിക്കുന്ന കാര്യം. അത് സ്വന്തം വർഗത്തോട് കാണിക്കുന്ന ക്രൂരതയാണ്. പലപ്പോഴും പെൺചിലന്തികൾ ഇണചേർന്നതിന് ശേഷം ആൺചിലന്തിയെ കൊന്നു തിന്നാറുണ്ട്. കേൾക്കുമ്പോൾ നമുക്ക് ക്രൂരതയായി തോന്നുമെങ്കിലും ഇതിനു പിന്നിലൊരു കാരണമുണ്ട്. മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ നോക്കാൻ പെൺചിലന്തിക്ക് വലിയ ഒരു എനർജി ആവശ്യമാണ്. അതിനുള്ള പ്രോട്ടീനും വൈറ്റമിനും ഈ ആൺചിലന്തിയുടെ ശരീരത്തിൽ നിന്ന് അവൾക്ക് കിട്ടും. ആമസോണിലെ ഏറ്റവും സ്പെഷ്യൽ വേട്ടക്കാരനാണിവൻ. പക്ഷേ ഇരുട്ടിൽ ഇതിലും ഭീകരമായ വേറെ ചിലത് ഒളിച്ചിരിപ്പുണ്ട്. ബ്രസീലിയൻ വാണ്ടറിംഗ് സ്പൈഡർ. ടാരാന്റുലയൊക്കെ കൊള്ളാം, പക്ഷേ ഈ ബ്രസീലിയൻ വാണ്ടറിംഗ് സ്പൈഡർ ഒരു വേറെ ലെവല് തന്നെയാണ്. ടാരാന്റുലയെ പോലെ തന്നെ ഇതിലും പെൺചിലന്തികളാണ് ആണുങ്ങളെക്കാൾ വലുതും ഭാരമുള്ളതും കൂടുതൽ വിഷമുള്ളതും. പക്ഷേ ആണായാലും പെണ്ണായാലും ഇവരുടെ വിഷസഞ്ചികൾ മറ്റു മിക്ക ചിലന്തികളെക്കാളും വലുതാണ്. ഒരിടത്തും അടങ്ങിയിരിക്കാത്ത സ്വഭാവക്കാരായതുകൊണ്ടാണ് ഇതിനെ വാണ്ടറിംഗ് സ്പൈഡർ എന്ന് വിളിക്കുന്നത്. നാട്ടിൽ നിറയെ രാത്രികളിൽ ഇവനിങ്ങനെ കാട്ടുതറയിലൂടെ വേട്ടയാടി നടക്കും. നല്ല നീളമുള്ളതും തിളക്കമുള്ള കാലുകളാണിവയ്ക്ക്. മറ്റു ചിലന്തികളെ പോലെയല്ല ഇവൻ. പേടിപ്പിക്കാൻ വന്നാൽ ഓടിപ്പോകില്ല. പകരം മുന്നിലെ 2 കാലുകൾ ഉയർത്തി നല്ല തണ്ടേടത്തോടെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കും. അപ്പോൾ കാണുന്ന മൂർച്ചയുള്ള പല്ലുകളുണ്ടല്ലോ, അതുകൊണ്ടൊന്ന് കടിച്ചാൽ കിട്ടുന്ന വേദന പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരാളെ കടിച്ചാൽ അത് ചിലപ്പോൾ മരണത്തിന് വരെ കാരണമാകാം. ശരീരം വിറയ്ക്കുക, സംസാരിക്കാൻ പറ്റാതെ വരിക, വായിൽ നിന്ന് പത വരിക, ഇതൊക്കെയാണ് ഇതിൻ്റെ വിഷമടിച്ചാൽ സംഭവിക്കുക. ഏറ്റവും മോശം അവസ്ഥയിൽ ഇതിൻ്റെ വിഷം നമ്മുടെ നാഡീവ്യവസ്ഥയെ അപ്പടി തകർക്കുകയും തലച്ചോറിലെ രക്തക്കുഴലുകളെ നശിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ മരണം വരെ സംഭവിക്കാം. ഈ ചിലന്തി കാട്ടിൽ മാത്രമല്ല, അടുത്തുള്ള ടൗണുകളിലും ഗ്രാമങ്ങളിലുമൊക്കെ കറങ്ങി നടക്കും. പഴം വയ്ക്കുന്ന പെട്ടികളിലും നമ്മുടെ ഷൂവിനുള്ളിലുമൊക്കെ ഇവൻ പോയി ഒളിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ബ്രസീലിലെ സിറ്റികളിലൊക്കെ ഈ ചിലന്തിയുടെ കടിയേൽക്കുന്നത് ഒരു സാധാരണ കാര്യമാണ്. ഭാഗ്യത്തിന് ഇപ്പോൾ ഇതിനെതിരെ ആൻറ്റിവെനമുള്ളതുകൊണ്ട് കടിയേറ്റാൽ ഉടനെ ചികിത്സ കിട്ടും. എങ്കിലും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതാണ് ബുദ്ധി. പിരാന. ആമസോൺ കാട്ടിലെ തടാകങ്ങളിലും നദികളിലുമൊക്കെ കണ്ടുവരുന്ന പിരാനകൾ ശരിക്കും ഒരു പേടി സ്വപ്നം തന്നെയാണ്. ഇവൻ്റെ ആ 20 പല്ലുകൾ കണ്ടാൽ തോന്നും ആരോ ഇരുന്ന് മൂർച്ച കൂട്ടി മിനുക്കിയെടുത്തതാണെന്ന്. അത്രയ്ക്ക് കൃത്യമായിട്ടാണ് ഇവൻ ഇരകളെ കടിച്ചു കീറുന്നത്. ഈ പിരാന സിനിമകളിലൊക്കെ കാണിക്കുന്നത് പോലെ വെള്ളത്തിലിറങ്ങുന്ന മനുഷ്യരെ നിമിഷ നേരം കൊണ്ട് ഇവർ എല്ലിൻകൂടാക്കുമെന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പേടി തോന്നും. പക്ഷേ അതൊക്കെ വെറും സിനിമാ കഥകളാണ്. 80 കിലോയൊക്കെയുള്ള ഒരു മനുഷ്യൻ്റെ ഇറച്ചി 5 മിനിറ്റ് കൊണ്ട് തിന്നു തീർക്കണമെങ്കിൽ ഏതാണ്ട് 300 മുതൽ 500 വരെ പിരാനകൾ ഒന്നിച്ചു വരണം. കാട്ടിൽ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചേക്കാം. എങ്കിലും നമ്മൾ വിചാരിക്കുന്നതിലും അപകടകാരികളാണ് ഈ മീനുകൾ. തങ്ങളുടെ പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കാൻ പറ്റുന്ന എന്തിനേയും ഇവർ അറ്റാക്ക് ചെയ്യും. അതിൽ വലിയ കാപ്പിബാരകളോ പാമ്പുകളോ മറ്റ് ചെറിയ മീനുകളോ ഒക്കെ പെടാം. വെള്ളത്തിൽ വീണു പോകുന്ന മുറിവേറ്റ ഏതൊരു മൃഗവും ഇവൻ്റെ മുന്നിൽ പെട്ടാൽ പിന്നെ രക്ഷയില്ല. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നോ, ഇവർ ഒറ്റയ്ക്കല്ല വേട്ടയാടുന്നത്, ഒരു ടീമായിട്ടാണ്. ഒരു വലിയ ഇരയെ കണ്ടാൽ ഒരു കൂട്ടം പിരാനകൾ ഒന്നിച്ചു വന്ന് പ്ലാൻ ചെയ്തതുപോലെ ആക്രമിക്കും. മിനിറ്റുകൾക്കുള്ളിൽ ആ മൂർച്ചയുള്ള പല്ലുകൾ കൊണ്ട് ഇറച്ചി അപ്പടി കടിച്ചെടുത്ത് എല്ല് മാത്രം ബാക്കിയാക്കും. അത്രയ്ക്കും വാശിയുള്ള ഇനമാണിവർ. മുറിവേറ്റതോ അല്ലെങ്കിൽ അസുഖം വന്ന് തളർന്നതോ ആയ മനുഷ്യർ ഇവരുടെ മുന്നിൽപ്പെട്ടാൽ അത് വലിയ അപകടമാകും. കൃത്യസമയത്ത് സഹായം കിട്ടിയില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം. ദ ബുള്ളറ്റ് ആൻഡ്. ബുള്ളറ്റ് ആൻഡ് എന്ന പേര് കേൾക്കുമ്പോൾ ഇതൊരു കൊലയാളി ഉറുമ്പാണെന്ന് വിചാരിക്കേണ്ട. ഇതിൻ്റെ കുത്തു കിട്ടിയാൽ ഒരു വെടിയുണ്ട ഏട്ടതുപോലെ തോന്നുന്നതുകൊണ്ടാണ് ഇതിനാ പേര് വന്നത്. മധ്യ തെക്കേ അമേരിക്കയിലെ ഈർപ്പമുള്ള കാടുകളിലാണ് ഇവയെ അധികവും കാണാറുള്ളത്. നിലത്ത് കുഴികളുണ്ടാക്കിയാണ് ഇവരുടെ താമസം. ചെടികളിലെ തേനും മറ്റും കുടിച്ച് ജീവിക്കുന്ന പാവം ടൈപ്പാണെങ്കിലും ഇവരുടെ ഏരിയയിൽ വരുന്നത് ഇവർക്കിഷ്ടമല്ല. കറുപ്പും ചുവപ്പും കലർന്ന നിറമുള്ള ഇവന് വലിയ താടിയെല്ലുകളുണ്ട്. അതുപയോഗിച്ച് ശത്രുവിനെ നല്ലോണം കടിച്ചങ്ങോട്ട് പിടിക്കും. എന്നിട്ട് വാല് വളച്ച് ആ കുത്തങ്ങോട്ട് കുത്തും. ആ സൂചി നമ്മുടെ തൊലിക്കുള്ളിലേക്ക് അങ്ങ് ആഴ്ന്നിറങ്ങും. അത് കഴിഞ്ഞാൽ പിന്നെ തുടങ്ങുകയായി. ഏതാണ്ട് 24 മണിക്കൂർ നേരത്തേക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും. ഇവരുടെ വിഷം കൊണ്ട് നമുക്ക് അസുഖം വരികയോ മരണം സംഭവിക്കുകയോ ഒന്നുമില്ല. പക്ഷെ ആ വേദനയുണ്ടല്ലോ, അത് സഹിക്കാൻ പറ്റില്ല. ഇതിൻ്റെ വേദനയെക്കുറിച്ച് ജസ്റ്റിൻ ഒ ഷ്മിഡ് എന്നൊരാൾ പറഞ്ഞത് കേട്ടാൽ നമുക്ക് പണ്ടാരമടങ്ങും. കത്തുന്ന കനലിലൂടെ നടക്കുമ്പോൾ നമ്മുടെ മടമ്പിൽ 3 ഇഞ്ച് നീളമുള്ള ഒരാണി തറച്ചു കയറിയാൽ എങ്ങനെയുണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ബ്രസീലിലെ ഒരു ഗോത്രവർഗ്ഗക്കാർ തങ്ങളുടെ യുവാക്കളെ കരുത്തരായ പോരാളികളാക്കാൻ ഈ ഉറുമ്പുകളെ കൊണ്ട് കടിപ്പിക്കാറുണ്ട്. അപ്പോൾ ഈ വേദന സഹിക്കുക എന്നത് അവർക്കൊരഭിമാനമാണ്. ഏതാണ്ട് ഒരു ദിവസത്തേക്ക് ഒരു മനുഷ്യനെ തളർത്തിക്കളയാൻ ഈ കുഞ്ഞിന് സാധിക്കുമെങ്കിലും പലർക്കും ഇതൊരു കരുത്തിൻ്റെ അടയാളമാണ്.
ഇതുപോലെ കരുത്തുള്ള മറ്റൊരു ജീവിയാണ് ആമസോണിലെ അടുത്ത രാജാവ്, ജാഗ്വാർ. ആമസോണിലെ കരുത്തിൻ്റെയും അഴകിൻ്റെയും പ്രതീകമാണ് ജാഗ്വാർ. അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ പൂച്ചവർഗമാണിത്. ലോകമെടുത്താൽ 3-ാം സ്ഥാനത്താണ് ഇവൻ്റെ നിൽപ്പ്. നല്ല ഉരുണ്ട തലയും ചെറിയ കട്ടിപ്പുള്ള കാലുകളും ശരീരം നിറയെ കറുത്ത പുള്ളികളുള്ള ആ ഭംഗിയുള്ള തോല് കണ്ടാൽ ആരും ഒന്ന് നോക്കി നിന്നുപോകും. കാണാൻ നല്ല ഒതുക്കമുള്ള രൂപമാണെങ്കിലും നല്ല കരുത്തും വേഗതയുമുള്ള ഒരു ജീവിയാണിത്. ആമസോൺ കാട്ടിലെ ഏറ്റവും അപകടകാരിയായ വേട്ടക്കാരൻ എന്ന് തന്നെ ഇവനെ വിളിക്കാം. ഇവൻ എത്രത്തോളം മാരകമാണെന്നറിയാമോ? നമ്മൾ ആദ്യം പറഞ്ഞ ആ ഭീകരനായ ബ്ലാക്ക് കെയ്മനെ വരെ വേട്ടയാടി കൊല്ലാൻ ഇവന് സാധിക്കും. 1500 PSI പവറുള്ള ഇവൻ്റെ ആ കടി കെയ്മൻ്റെ കടുപ്പമേറിയ തൊലി പോലും തകർത്തു കളയും. ആർമഡില്ലോകളും മാനുകളും കാപ്പിബാരകളും പിന്നെ വെള്ളത്തിലുള്ള പിരാനകളെ വരെ ഇവൻ പിടിച്ചു തിന്നും. ഈ ജാഗ്വാറുകളിൽ പകുതിയിലധികവും ബ്രസീലിലാണുള്ളത്. ബാക്കിയുള്ളവ ആമസോൺ പങ്കിടുന്ന മറ്റ് 8 രാജ്യങ്ങളിലായി കഴിയുന്നു. പക്ഷേ നൂറ്റാണ്ടുകളായി മനുഷ്യരും ജാഗ്വാറുകളും തമ്മിൽ അത്ര നല്ല ബന്ധമില്ല. 1970കളിൽ ഇവയുടെ ഭംഗിയുള്ള തൊലിക്ക് വേണ്ടി ഇവനെ ഒരുപാട് വേട്ടയാടിയിരുന്നു. ഇപ്പോൾ നിയമങ്ങൾ വന്നതുകൊണ്ട് തൊലിക്ക് വേണ്ടിയുള്ള വേട്ട കുറഞ്ഞെങ്കിലും പാരമ്പര്യ മരുന്നുകൾക്കായി ഇവയുടെ നഖങ്ങളും പല്ലുകളും വേണ്ടി ഇപ്പോഴും ചിലർ ഇവയെ കൊല്ലാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. സത്യത്തിൽ ജാഗ്വാറുകൾ മനുഷ്യരെ അങ്ങോട്ട് ചെന്ന് ആക്രമിക്കാറില്ല. പക്ഷേ ആരെങ്കിലും ഇവരുടെ സ്ഥലത്ത് കയറുകയോ ഇവരെ ഉപദ്രവിക്കുകയോ ചെയ്താൽ പിന്നെ രക്ഷയില്ല. ഇരയുടെ കഴുത്തിൻ്റെ പിൻഭാഗത്ത് കടിച്ച് ശ്വാസം മുട്ടിച്ച് ബോധം കെടുത്തി ദൂരേക്ക് വലിച്ചുകൊണ്ടു പോകുകയാണ് ഇവൻ്റെ രീതി. ദ പോയ്സൺ ഡാർട്ട് ഫ്രോഗ്. സാധാരണയായി ഈ പോയ്സൺ ഡാർട്ട് ഫ്രോഗുകൾ നമ്മുടെ തള്ളവിരലിൻ്റെ അത്ര വലിപ്പമുള്ള കുഞ്ഞൻ തവളകളാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഇതുവരെ പറഞ്ഞ ആ വലിയ കൊലയാളികളേക്കാൾ അപകടകാരിയായി ഈ കുഞ്ഞൻ തവള എങ്ങനെ മാറിയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. അതിനുള്ള ഉത്തരം അതിൻ്റെ പേരിൽ തന്നെയുണ്ട്. ഈ വർഗത്തിൽ ഏതാണ്ട് 170-ലധികം ഇനങ്ങളുണ്ടെങ്കിലും എല്ലാവരും വിഷമുള്ളവരല്ല. ഇവർ കഴിക്കുന്ന ചില പ്രത്യേക ഉറുമ്പുകളിൽ നിന്നാണ് ഇവർക്ക് ഈ വിഷം കിട്ടുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഈ തവളയെ എവിടെയെങ്കിലും കണ്ടാൽ തിരിച്ചറിയാനൊരു എളുപ്പവഴിയുണ്ട്. അതിൻ്റെ ആ നിറം നോക്കിയാൽ മതി. നിറം എത്രത്തോളം തിളക്കമുള്ളതാണോ അത്രത്തോളം വിഷം അതിലുണ്ടാകും. തൻ്റെ തൊലിയിൽ തൊട്ടാൽ ആരും ചത്തുപോകുമെന്ന സത്യം അത് ഒളിച്ചുവെക്കാറില്ല. ഇത് ഇരയെ പിടിക്കാനല്ല, മറിച്ച് സ്വയം രക്ഷിക്കാനാണ് ഈ വിഷം ഉപയോഗിക്കുന്നത്. ഇവയുടെ തൊലിക്കടിയിലുള്ള ഗ്രന്ഥികളിലാണ് മാരകമായ ഈ വിഷം സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. ഈ തവളയ്ക്ക് എപ്പോഴെങ്കിലും പേടിയോ ദേഷ്യമോ വന്നാൽ തൊലിയിലെ സുഷിരങ്ങളിലൂടെ ഈ വിഷം അങ്ങോട്ട് പുറത്തുവിടും. പല നിറത്തിലുള്ള തവളകൾക്കും പല അളവിലാണ് വിഷമെങ്കിലും ഇതുവരെ കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും അപകടകാരി ഗോൾഡൻ പോയ്സൺ ഡാർട്ട് ഫ്രോഗാണ്. കാട്ടിലൂടെ നടക്കുമ്പോൾ ഈ സ്വർണ്ണ നിറമുള്ള തവളയെ ഒറ്റയ്ക്ക് കണ്ടാലൊന്ന് തൊട്ടുനോക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് അങ്ങോട്ട് അടുക്കണ്ട എന്നാണ്. ഇനി ആ ഭംഗി കണ്ട് നിങ്ങൾ അതിനെ ഒന്ന് തൊട്ടാൽ അത് ഉടനെ അതിൻ്റെ വിഷം പുറത്തെടുക്കും. അതിലെ ബാട്രോടോക്സിൻ എന്ന വിഷം നമ്മുടെ ശരീരത്തിലെ നാഡീവിനിമയത്തെ അപ്പടി തടസ്സപ്പെടുത്തും. അതോടെ ശരീരം തളരുകയും ഹൃദയമിടിപ്പ് നിലയ്ക്കുകയും ശ്വാസം മുട്ടുകയും ചെയ്യും. ഇതിന് ആൻറ്റിഡോട്ട് ഇല്ലാന്നാണെന്നാണ് ഏറ്റവും പേടിപ്പിക്കുന്ന കാര്യം. ഈ വിഷമെങ്ങാനും രക്തത്തിൽ കലർന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ മരണം സംഭവിക്കാം. ഇതിൻ്റെ പവർ എത്രയുണ്ടെന്നറിയാമോ? ഒരു ഗോൾഡൻ തവളയുടെ ശരീരത്തിലുള്ള 1 മില്ലിഗ്രാം വിഷം കൊണ്ട് മാത്രം 20 പേരെ കൊല്ലാം. കാണാൻ എത്ര പാവമായി തോന്നിയാലും ആമസോൺ കാട്ടിൽ വെച്ച് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും അപകടകാരിയായ ജീവി ഇതുതന്നെയാണ്. ഏതായാലും ഈ കൂട്ടത്തിൽ നിങ്ങളെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ജീവി ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഇതിൻ്റെ പാർട്ട് 2 ആവശ്യമാണെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.